ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബി.ജെ.പി നേതൃത്വം ഇപ്പോൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുൻപിൽ ഒപ്പുശേഖരണം നടത്തുകയാണ്. ആചാരവും വിശ്വാസവും ഭക്തരുടെ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ഒപ്പുശേഖരണം നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ വേണം എന്നതാണ് ഈ ഒപ്പുശേഖരണം കൊണ്ട് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന ആവശ്യം, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന ആവശ്യം. ഇപ്പോൾ ബി.ജെ.പി നേതൃത്വം ഇതിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ ഇവിടെയുണ്ട്. എസ് സുരേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഒപ്പുശേഖരണം മുന്നോട്ട് പോകുന്നത്? ഇന്ന് വൃശ്ചികം 1 മണ്ഡലകാലം തുടങ്ങുന്ന ദിവസമാണ്. ഇന്നു മുതൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ശബരിമല ഭക്തരായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ വീടാന്തരം കയറിയിറങ്ങിയും ഞങ്ങൾ 1 കോടി ഒപ്പ് ശേഖരിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. 1 കോടി ശബരിമല ഭക്തന്മാരുടെ ഒപ്പ് ശേഖരിക്കുന്നു. അത് കേരളത്തിലുള്ള ഭക്തർ മാത്രമല്ല, ഇപ്പോൾ എരുമേലിയിലും പമ്പയിലും ഒക്കെ ഞങ്ങളുടെ ഒപ്പ് ശേഖരണ കൌണ്ടറുകളുണ്ടാകും. ഈ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഭക്തരുടെ ഉൾപ്പെടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കാനുള്ള മാറി മാറി വരുന്ന കേരള സർക്കാരുകളുടെ ശ്രമത്തിനെതിരെ ദേശീയ ശ്രദ്ധ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നരേന്ദ്രമോദി സർക്കാരിന് ഞങ്ങൾ ഈ ഒപ്പുശേഖരണം സമർപ്പിക്കും, പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും. പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച ശേഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് ദേശീയ ശ്രദ്ധ നേടുകയും ദേശീയ തലത്തിലുള്ള ചില ഇടപെടലുകൾ ശബരിമലയെ സംരക്ഷിക്കാൻ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ കേരളത്തിലെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ശബരിമലയെ സമ്പൂർണ്ണമായിട്ടും തകർക്കും. ശബരിമല കേവലം ഒരു ആരാധനാ കേന്ദ്രം എന്നതിനപ്പുറം ഈ കേരളത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വലിയ ഒരു ഘടകമായിട്ടുള്ള ഒരു ഭക്ത കേന്ദ്രവും കൂടിയാണ്. അതിനെ തകർക്കാനുള്ള ശ്രമം ഹിന്ദു ആചാരങ്ങളെയും അതോടൊപ്പം തന്നെ അനുഷ്ഠാനങ്ങളെയും തകർക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ്. ഈ കേരളത്തിന്റെ വരുമാനത്തെയും നശിപ്പിക്കൽ കൂടിയാണത്. ഈ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം ഫലപ്രദമല്ല, അതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഈ കേന്ദ്ര ഇടപെടൽ തേടുന്നത്? സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ ആർക്കാ വിശ്വസിക്കാൻ സാധിക്കുക? കാരണം സംസ്ഥാന സർക്കാരാണ് കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്. ഇവിടെ യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയല്ല, തിരുവാഭരണക്കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അവിടത്തെ തിരുസന്നിധിയിലുണ്ടായിരുന്ന തിരുവാഭരണങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ കേവലം ഒരു സ്വർണ്ണക്കൊള്ളയായിട്ട് മാത്രം കരുതാൻ പറ്റില്ല. ഈ തിരുവാഭരണക്കൊള്ള നടത്തിയവർ കൊള്ളക്കാർമാർ മാത്രമല്ല, ക്ഷേത്രത്തെ നശിപ്പിക്കലും കൂടി അവരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ തിരുവാഭരണക്കൊള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ ആരൊക്കെയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്? വാസു പിടിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പ്രതിക്കൂട്ടിലാണ്. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ വൈകുന്നു, അദ്ദേഹത്തിന് അറസ്റ്റിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൽ ഒരു ലാഘവം ഉണ്ട്, അല്ലെങ്കിൽ ഒരു അലസത അന്വേഷണത്തിലുണ്ടെന്ന് തോന്നുന്നുള്ളൂ? അത് പത്മകുമാറിന്റെ കാര്യത്തിൽ മാത്രമല്ല, വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ, വാസുവിനെ ചോദ്യം ചെയ്യാൻ എത്ര ദിവസമാണ് ഈ SIT എടുത്തത്? കാരണം ഇത് കോടതിയെപ്പോലും ഹൈക്കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഇവിടത്തെ SIT സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസുവിന് എല്ലാ തെളിവും നശിപ്പിച്ച് വാസുവിനെ സുരക്ഷിതമായിട്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന SITയുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ വൈകിപ്പിച്ചു, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വീണ്ടും വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വാസുവിലോ പത്മകുമാറിലോ നിൽക്കുന്ന വിഷയമല്ല. ഇത് CPMന്റെയും അതോടൊപ്പം തന്നെ വാസവനിലേക്കും കടകംപള്ളി സുരേന്ദ്രനിലേക്കും എത്തുന്ന വിഷയമാണ്. ഇത് CPM എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് എത്തുന്ന വിഷയമാണ്. ഇതിന് കൂടുതൽ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലുള്ള ശിവകുമാർ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രിയിലേക്കും ഈ അന്വേഷണം എത്തും. അതുകൊണ്ട് ഇവിടെ സംയുക്തമായി LDF UDFും ചേർന്ന് ഈ അന്വേഷണത്തിന് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത് SITയിൽ കേന്ദ്ര ഏജൻസികളെയും കൂടെ ഉൾപ്പെടുത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകണമെന്നാണ് BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്താകമാനം ഈ ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നേറ്റമുണ്ടാക്കാൻ BJPയുടെ ഈ ഒപ്പുശേഖരണം കൊണ്ട് സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ എത്തണം എന്നതാണ് BJP മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ചേട്ടാ, ഇവിടെ ഒപ്പിടുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ ഈ ഒപ്പുശേഖരണത്തിൽ പങ്കാളിയാവുകയാണ്? ഒപ്പുശേഖരണത്തിൽ പങ്കാളിയാവുകയാണ്? അതെ. എന്തുകൊണ്ടാണ് ഇതിൽ പങ്കാളിയാകുന്നത്? അല്ല, ഇത് ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അത്തരത്തിൽ ഈ ഇവിടെ ഒപ്പിടാ ചേട്ടൻ ഈ ഒപ്പുശേഖരണത്തിൽ പങ്കാളിയാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ പങ്കാളിയാകുന്നത്? അതിനിപ്പോ അതിനെ വിശദീകരിക്കാൻ ഒരുപാട് സമയം എടുക്കൂലേ.
ശബരിമല കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഹിന്ദുക്കളുടെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹിന്ദുക്കളാണ്, ജന്മലാൽ ഹിന്ദുക്കളാണ്. ഞങ്ങൾക്ക് ആരും പുറകിൽ ആരുമില്ല, മറ്റെല്ലാ ഇതിനുമുണ്ട്. ഇപ്പോഴീ BJP പ്രവർത്തകർ ഇങ്ങനെ വന്നതിന് ശേഷമാണ് നമുക്ക് ഒരു ഇതുണ്ടായത് ഹിന്ദുക്കൾക്ക് വേണ്ടി. കൂടെ നിൽക്കണം, കൂടെ നിൽക്കും, നിൽക്കുന്നതല്ല നിൽക്കണം. അപ്പോൾ അത്തരത്തിൽ ഒപ്പുശേഖരണം ഇവിടെ പുരോഗമിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം വിവിധ ക്ഷേത്രങ്ങൾക്ക് മുൻപിലും അതിനോടൊപ്പം തന്നെ വീടുകൾ കയറിയും 1 കോടി ഒപ്പുകൾ ശേഖരിക്കുക എന്നതാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അതിന്റെ നടപടികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.